നിങ്ങൾ കമൻറ്റ് ബോക്സിലെ പോരാളികളെ കണ്ടിട്ടില്ലേ? ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ താഴെ വന്നിട്ട് ഒരു യുദ്ധം തന്നെ ചെയ്യുന്ന ആൾക്കാർ. ഇവർ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ തർക്കത്തിൻ്റെ ഒരു സ്റ്റൈല് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യായ വൈകല്യങ്ങൾ ഒരുപാട് നമുക്ക് കാണാനായിട്ട് പറ്റും. ന്യായ വൈകല്യത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ലോജിക്കൽ ഫാലസീസ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ആരുമായിട്ടെങ്കിലും തർക്കിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു 5 ഫാലസീസ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞുതരാം. ഒന്നാമത്തെ ഫാലസിയാണ് അഡ് ഹോമിനം ഫാലസി. അഡ് ഹോമിനം ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന ഒരവസ്ഥ. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ അയാൾ 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത വ്യക്തിയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ കമൻറ്റ് ബോക്സിൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി സംസാരിക്കുമ്പം മറ്റൊരു വ്യക്തി വന്നിട്ട് ചോദിക്കുക, നീ 10 പോലും പാസ്സായിട്ടില്ലല്ലോ, പിന്നെ നിനക്കെന്ത് യോഗ്യതയുണ്ട് റിലേറ്റിവിറ്റിയെക്കുറിച്ച് സംസാരിക്കാൻ എന്നുള്ളത് എന്ന് പറഞ്ഞ് അയാളുടെ എഡ്യൂക്കേഷനെ ക്വാളിഫിക്കേഷനെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ. ശരിക്കും ഒരു വ്യക്തി എന്താ ചെയ്യേണ്ടത്? ആ റിലേറ്റിവിറ്റിയിലുള്ള മിസ്റ്റേക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞേക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിലോ അതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. പകരം അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ചും അദ്ദേഹം ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നൊരവസ്ഥ. ഒരു ഹിന്ദു ഒരു മുസ്ലിമിലെ ഒരു പ്രശ്നം പറഞ്ഞു വന്നിരിക്കട്ടെ, അപ്പം ഒരു മുസ്ലിം കമൻറ്റ് ബോക്സിൽ വന്ന് തിരിച്ച് ചോദിക്കും, നിനക്കിത് പറയാൻ എന്ത് അധികാരമാണുള്ളത്? നീ ഒരു ഹിന്ദുവാണ്, നിനക്കിതിനെക്കുറിച്ചൊരു ചുക്കും അറിയില്ല, അതുകൊണ്ട് നീ മിണ്ടാതിരിക്കും. ഇതൊക്കെ ഈ ഫാലസിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതിന് പറയുന്ന പേരാണ് അഡ് ഹോമിനം ഫാലസി. ഈ ഫാലസീസ് ഒക്കെ തന്നെ ഞാനും പല പ്രാവശ്യം പല സമയങ്ങളിലായിട്ട് കമൻറ്റ് സെക്ഷനിലും അല്ലാതെയും ഒക്കെ ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ മാക്സിമം ഇതിനെ ഇറാഡിക്കേറ്റ് ചെയ്ത് ഇത് അവോയ്ഡ് ചെയ്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പം നമ്മുടെ ആ ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസ്കഷൻ്റെ സ്റ്റാൻഡേർഡ് കമ്പാരിറ്റീവ്ലി കൂടിക്കൊണ്ടിരിക്കും. ഇനി രണ്ടാമത്തെ ഫാലസി എന്ന് പറയുന്നതാണ് സ്ട്രോമാൻ ഫാലസി. സപ്പോസ് ഒരാളൊരു ആർഗ്യുമെൻ്റ് വെച്ചു, ആ ആർഗ്യുമെൻറ്റിന് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റാതെ വരുമ്പം ആ വെച്ച ആർഗ്യുമെൻറ്റിനെ ട്വിസ്റ്റ് ചെയ്ത് ടേൺ ചെയ്ത് മറ്റൊരു ആർഗ്യുമെൻ്റ് മാറ്റിയതിന് ശേഷം അതിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരവസ്ഥ. ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ഈ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പേന ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ വരും. ആ പേന 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന്, പേന ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മഷി തീർന്ന് കഴിയുമ്പം എടുത്ത് കളയാം. രണ്ടാമത്, ആ പേന റീഫില്ല് മാറി വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. അപ്പം ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, ഇന്ന് മുതൽ നമുക്ക് മാക്സിമം റീഫില്ല് ചെയ്ത് പേന ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത് കേട്ടിട്ട് പറയുവാണ്, ഓ അത് ശരി, അപ്പോൾ ഇനി മുതൽ റീഫിൽ ചെയ്ത് പേനയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഇനി തൊട്ട് പേന മേടിക്കുന്നില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ആ കാര്യത്തിനെക്കുറിച്ച് ഡിസ്കഷൻ തുടങ്ങും. ഞാനൊരിക്കലും പേന മേടിക്കേണ്ടെന്നല്ല പറയുന്നത്, റീഫിൽ ചെയ്ത പേന മാക്സിമം യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം അതിനെ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ പേന മേടിക്കേണ്ട എന്ന് വരുത്തി തീർക്കുന്നു എന്ന് അയാൾ വിശ്വസിച്ച് അല്ലെങ്കിൽ അയാൾ ആ ആർഗ്യുമെൻറ്റിനെ വീക്കറാക്കിയതിന് ശേഷം അതിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരവസ്ഥ. ഇതും കമൻറ്റ് സെക്ഷനിൽ നമുക്ക് എല്ലാ സമയങ്ങളിലും കാണുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഞാനായാലും നിങ്ങളായാലും ആ കമൻറ്റിനെ വീണ്ടും ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അവരെന്ത് ചെയ്യും, അവർക്ക് അറ്റാക്ക് ചെയ്യാൻ ഈസി ആകുന്ന ഒരു ലെവലിലോട്ട് എത്തിച്ചതിന് ശേഷം തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരവസ്ഥ. ഇതിനെയാണ് സ്ട്രോമാൻ ഫാലസി എന്ന് നമ്മൾ വിളിക്കുന്നത്. മൂന്നാമത്തെ ഒരു ഫാലസിയാണ് സ്ലിപ്പറി സ്ലോ. അതായത് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിസാസ്റ്ററിലോട്ട് നയിക്കും വിത്തൗട്ട് എനി പ്രൂഫ് ആൾക്കാർ ക്ലെയിം ചെയ്യുന്ന ഒരവസ്ഥ. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഓഫീസ് സങ്കല്പിക്കുക. ഓഫീസിൽ ഒരു പുതിയ മാനേജർ വന്നതിന് ശേഷം പറയുകയാണ്, എല്ലാ ഫ്രൈഡേയും ഇനി മുതൽ വർക്ക് ഫ്രം ഹോം ആണ് എന്ന ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു ഓഫീസിലുള്ള 20 പേരിൽ 18 പേരും ഓക്കെ പറഞ്ഞു. പക്ഷേ 2 പേര് പറയുകയാണ്, ഈ വർക്ക് ഫ്രം ഹോം വീക്ക്ലി വൺസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മിക്കവാറും ഇനി മുതൽ ആൾക്കാരും ഓഫീസിലോട്ട് വരാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നു. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് ഇവരുടെ ഒരു ഇൻറ്റ്യൂഷൻ, ഇവരുടെ ഒരു തോന്നലാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. കുറച്ചും കൂടെ ഈസി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, യഥാർത്ഥത്തിൽ നടക്കേണ്ടത് ഒരു 3 മാസം എല്ലാ വീക്കും വെള്ളിയാഴ്ചകളിൽ ഓഫ് ഡേ കൊടുത്തതിന് ശേഷം അതിനെക്കുറിച്ച് പഠിച്ച് പിറ്റേ ആഴ്ചയിൽ ആൾക്കാർ വരുന്നുണ്ടോ, ആൾക്കാർ മിസ്സിങ് ആകുന്നുണ്ടോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ആ മാനേജർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്
തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് ഇനഫായിട്ടുള്ള ഡേറ്റ കിട്ടത്തുള്ളൂ. ആ ഡേറ്റ അവിടെ അതാണ് പ്രൂഫായിട്ട് വർക്ക് ചെയ്യുന്നത്. ആ പ്രൂഫ് കിട്ടുന്നതിന് മുമ്പ് തന്നെ മാനേജർ ഒരു കാര്യം തീരുമാനിക്കുന്നു. ഓഫീസുകളിൽ ചില ആൾക്കാർ പറയുന്നു ഇവർക്ക് വർക്ക് ഫ്രം ഹോം കൊടുത്തു കഴിഞ്ഞാൽ ഇനി മുതൽ അവർ ഓഫീസിൽ വരാനുള്ള ചാൻസസ് കുറയുമെന്ന് പറയുന്നു. ഇതിനെയാണ് സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി എന്ന് പറയുന്നത്. ഇനഫായിട്ടൊരു പ്രൂഫ് ഇല്ലാതെ ഏതെങ്കിലും ഒരു ഇവൻറ്റ് നടക്കുന്ന കേസ് പറയുന്നു അതൊരു ഡിസാസ്റ്ററിലോട്ട് മാറാൻ ചാൻസ് ഉണ്ടെന്ന് വിതൗട്ട് എനി പ്രൂഫ് ആൾക്കാർ ക്ലെയിം ചെയ്യുന്നു. പിന്നെയുള്ള ഒരു ഫാലസിയാണ് ഫാൾസ് ഡിലൈമ എന്ന് പറയും. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബി, ഇങ്ങനെ 2 ഉത്തരം മാത്രമേ പറയാൻ പറ്റൂ എന്ന് പറയുന്ന ഒരവസ്ഥ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം കുറച്ചും കൂടെ മറ്റൊരു ഓപ്ഷനും കൂടെ അവിടെ ഉണ്ടായെന്നിരിക്കാം, പക്ഷേ അത് പറയാൻ അനുവദിക്കത്തില്ല. ഒന്നുകിൽ എ പറയണം അല്ലെങ്കിൽ ബി പറയണം. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് യെസ് ഓർ നോ എന്ന് പറയിപ്പിക്കുന്ന ഒരവസ്ഥ, ഇതിനെയാണ് ഫാൾസ് ഡിലൈമ എന്ന് പറയുന്നത്. ഇത് മിക്കവാറും സമയങ്ങളിൽ ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് യെസ് ഓർ നോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. യെസ്സും നോയും അല്ലാതെ മറ്റൊരു സ്റ്റേറ്റ് ഉണ്ടാകാം, നമുക്ക് ആർക്കും അറിയില്ല. സയൻസിൻ്റെ അഡ്വാൻസ്മെൻറ്റിനനുസരിച്ച് മാത്രം മനസ്സിലാകുന്ന മറ്റൊരു സ്റ്റേറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും നമുക്കറിയില്ല. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ദൈവം ഉണ്ടോ, യെസ് ഓർ നോ, ഈ ഒരു സ്റ്റേറ്റിൽ നിന്നിട്ടാണ് ആൾക്കാർ പലപ്പോഴും സംസാരിക്കുന്നത്. ഇതല്ലാത്ത മറ്റൊരു സ്റ്റേറ്റ്, മനുഷ്യൻ്റെ കോമൺ സെൻസിന് പറ്റാത്തൊരവസ്ഥ, ഇതൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയാൻ വയ്യാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് യെസ് ഓർ നോ, യെസ് ഓർ നോ, നിങ്ങളൊന്നെങ്കിൽ യെസ് പറ അല്ലെങ്കിൽ നോ പറ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയാനായിട്ട് പഠിപ്പിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു ഡിസ്കഷൻ മെത്തേഡാണ്. ഇതിനെയാണ് ഫാൾസ് ഡിലൈമ എന്ന് പറയുന്നത്. ഇനി ഫൈനലി 5ാമത്തെ ഫാലസി എന്ന് പറയുന്നത് അപ്പീൽ ടു പോപ്പുലാരിറ്റി എന്ന് പറയുന്നതാണ്. അതായത് മോഹൻലാലോ മമ്മൂട്ടിയോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാകും എന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ ഇപ്പം രവിചന്ദ്രൻ സിയോ അല്ലെങ്കിൽ അൺമാസ്കിങ് അനോമലീസിലെ ബാസിലോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ ലിയാക്കത്തോ അല്ലെങ്കിൽ ആരിഫോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് അതെല്ലാം ശരിയാകും എന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥ. ഇതാണ് അപ്പീൽ ടു പോപ്പുലാരിറ്റി എന്ന് പറയുന്നത്. ഒരാൾ പോപ്പുലർ ആണെന്ന് വെച്ചാൽ അയാൾ പറയുന്ന കാര്യം സ്റ്റേറ്റ്മെൻറ്റ് ശരിയാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഞാൻ പല എക്സാമ്പിൾസ് നിങ്ങൾ പറഞ്ഞു, ഇതിനോട് സിമിലർ ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് കോമൻറ്റ് ബോക്സിൽ പലപ്പോഴായിട്ട് കാണാൻ പറ്റും. ഞാനും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും ഇത് ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഡിസ്കഷൻ എപ്പോഴും കുറച്ചും കൂടെ ഹെൽത്തിയർ ആവും, ആൾക്കാർക്ക് ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും അതിൻ്റെ അകത്തുനിന്ന് കിട്ടും. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ന്യായ വൈകല്യങ്ങൾ. ഇതിന് പാർട്ട് 2 വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരുപാട് ഫാലസീസ് ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം.